ഹലോ ഗായ്സ്, ഞാൻ ഈ കയ്യും പുറത്തിട്ട് കാറ്റും കൊണ്ട് ഇത് എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ പോകുന്നത് എൻ്റെ ഒരു കൊച്ചാഗ്രഹത്തിലേക്കാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പരുന്തുംപാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കാക്കനാട് നിന്നും ഏകദേശം ഒരു 128 കിലോമീറ്റർ ദൂരെയാണ് ഈ പരുന്തുംപാറ. പോകുന്നത് കാറിലാണ് കേട്ടോ, ഫ്രണ്ടിൻ്റെ കൂടെ. പോകുന്ന വഴിക്കുള്ള കാഴ്ച അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് തോട്ടങ്ങളും ഒരുപാട് മലകളും താണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. കോട്ടയം പാല കയറി കുമളി തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എനിക്കേതായാലും യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിറ്റി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മൊത്തം ഗ്രാമീണമായ കാഴ്ചകളായിരുന്നു. പോകുന്ന വഴിക്കൊരു വാട്ടർഫോൾസ് ഉണ്ട്, അതാണിത്. പേര് ഞാനങ്ങ് മറന്നുപോയി. ഇത് അവിടുത്തെ സൂക്ഷിപ്പുകാരനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ തൽപര കക്ഷിയല്ല. ഞാൻ അത്ര ചൊറിഞ്ഞ് ചെന്നിട്ടും പുള്ളിക്കാരൻ എന്നെ വലിയ മൈൻഡൊന്നുമില്ല. നീ ഏതാടിയെന്ന് ചോദിച്ച് ആളുടെ വഴിക്ക് അങ്ങോട്ട് പോയി. ഞാനും വലിയ മൈൻഡ് കൊടുത്തില്ല, തിരിച്ചിങ്ങോട്ട് പോന്നു. ഇതാണ് പരുന്തുംപാറ. പരുന്തുംപാറ അല്ല കേട്ടോ, പരുന്തുംപാറ എത്തുന്നതിന് മുമ്പാണ് നമുക്ക് ഈ വ്യൂ ഉള്ളത്. പോകുന്ന വഴിക്ക് തന്നെയാണ് നീലക്കുറിഞ്ഞി. ഞങ്ങൾ ചെന്നപ്പോൾ അത്ര വലിയ പൂത്തിട്ടൊന്നുമില്ല, എന്നാൽ കൊള്ളാം, കാഴ്ച കൊള്ളാം. പിന്നെ ക്ലൈമറ്റ് ഒരു 12 മണി സമയത്താണ് നമ്മളവിടെ എത്തിയെങ്കിലും വെളുപ്പിന് വന്നൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. കാറ്റും മഴയും. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അതായത് ഇപ്പോൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് വീഡിയോസാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ഇൻസ്റ്റയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എടുത്ത വീഡിയോസ്. കുഴപ്പമില്ല. ക്ലൈമറ്റ് കൂടി വന്ന് മഴയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങളവിടെ നിന്ന് എസ്കേപ്പായി. പിന്നെ എന്നെയും ക്ലൈമറ്റും മാത്രം കണ്ടാൽ പോരല്ലോ. ഇതാണ് നീലക്കുറിഞ്ഞി. ഇത് ഒറിജിനൽ നീലക്കുറിഞ്ഞി അല്ല എന്ന് പറയുന്നവരുണ്ട്, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും ഈ കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തുന്നത് നല്ലതല്ലേ. ഏതായാലും നമുക്കിനി അടുത്ത കാഴ്ചയിൽ കാണാം കേട്ടോ. ടാറ്റ.